ഹലോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഇന്ന് ഞങ്ങൾ പതിവില്ലാത്ത ചക്കയിട്ടൊക്കെയാണ് വേറെ ഒന്നല്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ചയായിട്ട് ഞങ്ങൾ വീട്ടിൽ കല്യാണം ആയതുകൊണ്ട് തന്നെ ഇവിടെ ബിരിയാണി മന്തിയൊക്കെയായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും നല്ല നാടൻ മീലിനെ പ്രിപ്പയർ ചെയ്യാമെന്ന്. പിന്നെ തറവാട്ടിലായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യമൊന്നും ഒട്ട് കുറവില്ലല്ലോ. അപ്പോൾ എന്തായാലും ചക്ക ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചു ചക്ക കൂട്ടാനും കഞ്ഞി റെഡിയാക്കാമെന്ന്. അങ്ങനെ ഉമ്മമ്മയോട് പോയി പറഞ്ഞപ്പോൾ ഉമ്മമ്മ പറഞ്ഞ് അത് കുരു കറിമോ ചെയ്തിട്ട് കട്ടാക്കി തന്നാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ എൻ്റെ സൗണ്ട് മാറി നോക്കണ്ട, ചെറുതായിട്ടൊന്ന് ജലദോഷം പിടിച്ചതാട്ടോ. പിന്നെ ഞങ്ങൾ 2-3 ആളുള്ളതുകൊണ്ട് തന്നെ പരിപാടി വേഗം തീർന്നിട്ടുണ്ട്. എന്നെ കട്ടാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഈ തറവാട്ടിലാകുമ്പോഴൊക്കെയല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. പിന്നെ എല്ലാവരും കൂടെ ആകുമ്പോൾ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. നമ്മുടെ ചക്കക്കൂട്ടാനും കഞ്ഞിയൊക്കെ ദേ ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമാകുമ്പോൾ ഒരു ഗുമ്മുണ്ടാവില്ലല്ലോ. സോ ഞങ്ങൾ വിചാരിച്ചതല്ല ചുട്ടരച്ച ചമ്മന്തി കൂടി ഉണ്ടാക്കാമെന്ന്. കൂടെ മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും അതിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വാഴൻ്റെ പറിക്കാൻ പോയിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും വലിയ വാഴൻ്റെ നമ്മൾ പറിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ടേബിളിൻ്റെ മേലെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഐറ്റംസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് ചക്കക്കൂട്ടാൻ നമ്മൾ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ 2ൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. വാട്ടെവർ അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് വരാൻ തുടങ്ങി. അതിന് നമ്മുടെ ഐറ്റംസ് ഉണ്ട്, ചക്കക്കൂട്ടാൻ ഉണ്ട്, കഞ്ഞിയുണ്ട്, ചമ്മന്തി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടി ഇല വെച്ച് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. ഇത് എൽജുക്കുട്ടിയൊക്കെ അവിടെ നല്ല ബോളിങ്ങിലാണ് കേട്ടോ. എൽജുക്കുട്ടി മാത്രമല്ല ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ വാഴയുള്ള കാലയച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ റാഹത്ത് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.